വെൽക്കം ടു ട്രൈറൂട്ട്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ്. നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ഒരു ഏരിയനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്നത് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള, അതായത് ഇന്ന് എത്താൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഹൈനെയാണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇതും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ അനാലിസിസ് നടത്താം. അതിനു വേണ്ടിയിട്ട് 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു റെസിസ്റ്റൻസ് ഏരിയ നോക്കിയാൽ കാണാം. ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ഹൈ ആണ്. ആ ഒരു ഹൈനെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് വീണ്ടും നോക്കിയാൽ കാണാം നമുക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ കാണാം. ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തൊരു ഏരിയ, ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന് താഴോട്ട് നോക്കിയാൽ വീണ്ടും ഒരു സപ്പോർട്ട് ഏരിയ കാണാം. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് സപ്പോർട്ടായിട്ട്. ഇത്രയാണ് 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. ആ ഒരു ഇംബാലൻസിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. നേരത്തെ പറഞ്ഞിരുന്നു ഈ ഏരിയയിലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടേക്ക് എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് വരാനുള്ള സാധ്യതയുള്ള ഏരിയാസ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളത് ഈ ഒരു ക്യാൻഡലിന്റെ ഹൈയിലേക്കാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു സ്വിംഗ് ഹൈ കൂടിയാണ്. ആദ്യമായിട്ട് വരാനുള്ള സാധ്യത ഇവിടേക്കാണ്. രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഒരു ഇംബാലൻസിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ലോയിലേക്കാണ് വരാനുള്ള സാധ്യത. അതായത് ഇംബാലൻസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്, ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഈ ഏരിയ ആണ്. ഈ ഏരിയയുടെ പ്രത്യേകത മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടെ നിന്നിട്ടാണ് മുകളിലോട്ട് കയറി പോയത്. അപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നിന്ന് ഉള്ള മാർക്കറ്റിന്റെ ഒരു മൊമെന്റ് ആണ് പറഞ്ഞത്. ഏറെക്കുറെ ഈ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ അതും ബ്രേക്ക് ചെയ്ത് വീണ്ടും കുറച്ചുകൂടി താഴോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യതയും കൂടി ഉണ്ട്. അതും നോക്കിയാൽ കാണാം. ഇവിടെയും നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു മൾട്ടിപ്പിൾ ടൈം നിന്നൊരു ഏരിയ ആണ്. മാത്രമല്ല അവിടെ റീടെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോ ഈ ഒരു ഏരിയയിലേക്കും മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ സെൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി ബൈ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യും. നല്ല സോളിഡ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു പക്ഷെ ഇവിടെ നിന്ന് കുറച്ചു നേരം നിന്നതിന് ശേഷം ഒരു വലിയൊരു മൂവ്മെന്റ് വീണ്ടും മുകളിലോട്ട് തരികയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു എൻട്രി എടുക്കാം. ആ ഒരു എൻട്രിയുടെ ടാർഗറ്റ് എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ ഈ ഒരു ലെവൽ വരെയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാർക്കറ്റ് അവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന്റെ ഇടയിൽ മറ്റെന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കാം. അതിന്റെ ഇടയിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഇംബാലൻസ് ആണ്. ഈ ഒരു ഇംബാലൻസ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇംബാലൻസിലേക്ക് ടാർഗറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ BTCയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. BTC നോക്കുന്ന സമയത്ത് രണ്ട് ഏരിയയിലേക്കും, അതായത് മുകളിലോട്ടും താഴോട്ടേക്കും മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ട്രേഡ് എടുക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൂടി ഇന്ന് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ പറയുന്ന ഏരിയാസിൽ വന്നതിന് ശേഷം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.